ബാലരാമപുരം തേമ്പാമുട്ടത്ത് മേൽപ്പാലമില്ല. യാത്രക്കാർ യാത്രാ ദുരിതത്തിലാണ് ഇതുവഴി യാത്ര ചെയ്യുന്നത്. തിരുവനന്തപുരം കന്യാകുമാരി റെയിൽവേ പാത കടന്നുപോകുന്ന ബാലരാമപുരം തേമ്പാമുട്ടത്ത് മേൽപ്പാലം ഇല്ലാത്തത് കാരണം ഇതുവഴിയുള്ള യാത്രക്കാർ വർഷങ്ങളായി ബുദ്ധിമുട്ടുകയാണ്. തിരക്കേറിയ ബാലരാമപുരം കാട്ടാക്കട റോഡിലാണ് ഈ റെയിൽവേ പാത. 40 വർഷം മുമ്പ് പാത കമ്മീഷൻ ചെയ്തതു മുതലുള്ള ഇതുവഴിയുള്ള യാത്രക്കാരുടെയും നാട്ടുകാരുടെയും ആവശ്യമാണ് റെയിൽവേ മന്ത്രാലയവും സംസ്ഥാന സർക്കാരും കണ്ടില്ലെന്ന് നടിക്കുന്നതെന്ന ആക്ഷേപവും നിലനിൽക്കുകയാണ്. ബാലരാമപുരം റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റോപ്പുള്ള ട്രെയിനുകളും അത്രയും തന്നെ സ്റ്റോപ്പില്ലാത്ത ട്രെയിനുകളും കടന്നുപോകുന്ന റെയിൽവേ പാതയിലെ റെയിൽവേ ഗേറ്റ് കടന്നു വേണം ബാലരാമപുരത്ത് നിന്ന് കാട്ടാക്കട ഭാഗത്തേക്കും തിരിച്ചും യാത്ര ചെയ്യാൻ. കൂടാതെയാണ് ഗുഡ്സ് ട്രെയിനുകളും മറ്റും കടന്നു പോകുന്നത്. 1 മണിക്കൂറിൽ 3 തവണയെങ്കിലും ഗേറ്റ് അടച്ചിടേണ്ടി വരുമെന്നാണ് ഏകദേശ കണക്കുകൾ. ഒരു തവണ അടച്ചാൽ 15 മിനിറ്റോളം റോഡിന് ഇരുവശവും വാഹനങ്ങളുടെ നീണ്ട നിര രൂപപ്പെടും. ഗേറ്റ് തുറന്നാൽ 10 മിനിറ്റോളം വേണം ഈ കുരുക്കഴിയാൻ. ഇത്തരത്തിലുള്ള ഗതാഗതക്കുരുക്ക് ബാലരാമപുരം ദേശീയപാത വരെ അനുഭവപ്പെടും. അപ്പോഴേക്കും വീണ്ടും ഗേറ്റ് അടയ്ക്കേണ്ട സമയവുമാവും. ഇത് സംബന്ധിച്ച് സർവേകളും മറ്റും നേരത്തെ നടന്നതുമാണ്. എന്നാൽ അധികൃതരുടെ അനാസ്ഥ മൂലം റെയിൽവേ മേൽപ്പാലമെന്ന നാട്ടുകാരുടെ ആവശ്യം ഇപ്പോഴും പരിഹരിക്കാനായിട്ടില്ല. അത്യാസന്ന നിലയിലുള്ള രോഗികളെ അടിയന്തരമായി ആശുപത്രിയിലെത്തിക്കാനും മറ്റു വഴികൾ തേടേണ്ട അവസ്ഥയിലുമാണ് നാട്ടുകാർ. ഇതിനെതിരെ ഫ്രാപ്സ് എന്ന സംഘടനയും പ്രതിഷേധവുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. നമ്മൾ വർഷങ്ങൾക്ക് മുമ്പ് റെയിൽവേ ലൈന് വരണമെന്ന് എല്ലാവരും ആഗ്രഹിച്ചു. റെയിൽവേ ലൈൻ വന്നു. അന്ന് 1-2 വണ്ടികളാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ അത് 22-ന് 25-നിടയ്ക്കായി വണ്ടി. ഗുഡ്സ് വരുമ്പോഴത്തേക്ക് 6-7 ഗുഡ്സ് വരാറുണ്ട്. അപ്പോൾ ഓരോ വണ്ടി പോയി വരുമ്പോഴും 10-20 മിനിറ്റുമാണ് ഇവർ ഈ ഗേറ്റ് 10 മിനിറ്റുള്ളിൽ ഗേറ്റ് അടയ്ക്കപ്പെടും. ഈ ഗേറ്റ് അടയ്ക്കുമ്പോൾ ഈ ബാലരാമപുരം കാട്ടാക്കട റോഡാണ്. ഇത് നേരടാം തുടങ്ങിയ നെടുമങ്ങാട് തുടങ്ങിയ ഒരുപാട് സർവീസുള്ള റോഡാണ്. ഈ റോഡ് അടയപ്പെടും. തേമ്പാമുട്ടത്തിന് ഇപ്പുറത്തോട്ട് ഒരു ആംബുലൻസ് വന്നു കഴിഞ്ഞാൽ ഈ ഗേറ്റ് അടയ്ക്കുന്നത് വണ്ടി എപ്പോൾ പോകുന്നവർക്ക് അറിയാവില്ല. ഈ കൃത്യ ടൈമിലുള്ള വണ്ടികളാണെങ്കിൽ അറിയാൻ സാധിക്കും. ഇടയ്ക്ക് സ്പെഷ്യൽ ട്രെയിൻ അല്ലെങ്കിൽ ഗുഡ്സ് ട്രെയിൻ വരുമ്പോഴത്തേക്ക് ആർക്കും അറിയാൻ സാധിക്കില്ല. പെട്ടെന്ന് ഈ ഹൈവേ കയറി പോകാമെന്ന് പറഞ്ഞിട്ട് മെഡിക്കലിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് ഹാർട്ട് അറ്റാക്കോ മറ്റുള്ള അസുഖങ്ങൾ വന്ന ആളുകൾ ആംബുലൻസ് കൊണ്ടുവന്നാൽ ഇവിടെ സ്ട്രക്കായി തിരിച്ചു പോകാൻ പോലും ഒക്കില്ല. ഈ റോഡ് ഇത്രയും തിരക്കുള്ള റോഡ് ആയിരുന്നിട്ട് പോലും ഈ റോഡ് വികസനം വന്നിട്ടില്ല. റോഡ് വളരെ ഞെരുങ്ങിയ റോഡാണ്. അത് 2 വണ്ടി പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. ഈ ട്രെയിന് പോയി വരുമ്പോൾ ഈ ഗേറ്റ് അടച്ചിട്ട് തുറക്കുമ്പോഴത്തേക്കും വണ്ടികളൊക്കെ തിരക്കാൻ വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പോകില്ല. പിന്നെ അതുവഴി വേറൊരു അപകടമുള്ളത് ബാലരാമപുരം നാഷണൽ ഹൈവേ കരമനകളിലേക്കുള്ള റോഡ് അതിപ്പോൾ ഒരു തടസ്സമില്ലാതെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഈ ട്രെയിന് ഗേറ്റ് അടച്ച് കഴിയുമ്പോഴത്തേക്ക് 100 കണക്കിന് വാഹനങ്ങൾ കെട്ടിക്കിടന്ന് ഒരു സമയം കൂടെ തുറന്നു വിടുമ്പോൾ ഈ 100 വാഹനങ്ങളും കൂട്ടുകൂടുതൽ വാഹനങ്ങളും ബാലരാമപുരത്ത് ജംഗ്ഷനിൽ എത്തുമ്പോഴത്തേക്കും അവിടെ നാഷണൽ ഹൈവേയിലുള്ള റോഡ് തടസ്സപ്പെടും. അപ്പോൾ തടസ്സപ്പെടുന്നത് ഈ വാഹനങ്ങൾ കടത്തിവിട്ടതിന് ശേഷം മാത്രം നാഷണൽ ഹൈവേയിൽ കൈവിടുന്നത്. അപ്പോൾ ജനങ്ങൾക്ക് അവിടെയും പോകാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് നേരത്തെ ഞങ്ങൾ ഫ്രാപ്സ് റെസിഡൻസ് ഒരു കേന്ദ്ര ഫ്രാപ്സ് ഇതിൻ്റെ റെയിൽവേയുടെ ഉന്നത അധികാരികളൊക്കെ കണ്ട് സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ 7 വർഷത്തിന് മുമ്പ് അവർ പ്രഖ്യാപിച്ചതാണ് ഇവിടെ ഒരു പാലം ഞങ്ങൾ കെട്ടാൻ പോകുന്നത്. പകുതി കേന്ദ്ര സർക്കാരും പകുതി സ്റ്റേറ്റ് സർക്കാരും. പക്ഷേ ഇതുവരെ നടപ്പിലാക്കിയിട്ടില്ല. ഇപ്പോൾ 2 ലൈനിലുള്ള റെയിൽവേ ലൈൻ ദ്രുതഗതിയിൽ സ്ഥലപ്പെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ വണ്ടികൾ ഏറ്റവും കൂടുതൽ പോകും. വണ്ടി കൂടുമ്പോഴത്തേക്ക് സ്ഥലങ്ങൾ വീതി കൂടുന്നതോടൊപ്പം തന്നെ ഈ റോഡ് വീണ്ടും കുഴപ്പത്തിൽ വരും. ഇപ്പോൾ 20-25 വണ്ടിയാണെങ്കിൽ അന്ന് 50-100 വണ്ടി ഓടേണ്ട സാഹചര്യം വരും. അപ്പോഴത്തേക്ക് യാത്ര ചെയ്യാൻ ഒക്കാത്ത കണ്ടീഷൻ വരും. കാൽനടയ്ക്ക് ആൾക്കാർ യാത്ര ചെയ്യാൻ ഒക്കാത്ത കണ്ടീഷൻ വരും. ഈ സ്ഥിതി മാറ്റത്തിലേക്ക് വേണ്ടി ഇവിടെ മേൽപ്പാലം അത്യാവശ്യം. അടിപ്പാത അവിടെ പ്രാവർത്തികമല്ല. മേൽപ്പാത വരുന്നതോടൊപ്പം തന്നെ റോഡ് വികസനവും വേണം. അതല്ലാതെ ഇത് ഈ രീതി കടന്ന് ജനങ്ങളെ ബുദ്ധിമുട്ടാണ്. മാത്രമല്ല ഇത്രയും വണ്ടി ഓടുമ്പോഴത്തേക്ക് ഇവിടെ ബാലരാമപുരത്തെ ജനങ്ങൾക്ക് സഞ്ചരിക്കാൻ വേണ്ടി ഇവിടെ ഈ സ്റ്റാൻഡ് ഇവിടെ ഈ ബാലരാമപുരത്ത് നിർത്തുന്നത് 2-4 ട്രെയിനുകൾ മാത്രമാണ്. ഇത് വ്യവസായ പട്ടണമാണ്. ഇത് വ്യവസായം പണ്ടേ അറിയപ്പെട്ട ഒരു കേന്ദ്രമാണ് ബാലരാമപുരം. ഈ ബാലരാമപുരത്തെ പ്രധാനപ്പെട്ട സ്ഥലത്ത് ഈ 1-2 ലോക്കൽ വണ്ടികളല്ലാതെ പ്രധാനപ്പെട്ട വണ്ടികൾ ഈ ആ വണ്ടി നിർത്തോടൊപ്പം തന്നെ ഈ ഇവിടെ അടിപ്പാത മേൽപ്പാതയിൽ കൂടെ പണിതുകൊണ്ട് ജനങ്ങളുടെ ഈ ബുദ്ധിമുട്ട് മനസ്സിലാക്കിക്കൊണ്ട് ഇത് വികസിപ്പിക്കണമെന്നാണ് ഞങ്ങളുടെ ഫ്രാപ്സിൻ്റെ അഭിപ്രായം. റെയിൽവേ ഗേറ്റ് അടച്ചിടുന്നത് മൂലം സ്കൂളിലും ഓഫീസുകളിലും മറ്റും ജോലിസ്ഥലങ്ങളിലും കൃത്യമായി എത്താൻ കഴിയില്ലെന്ന പരാതിയുമുണ്ട്. ഒരു ആംബുലൻസ് വന്നാൽ ഇവിടെ ഗേറ്റ് അടച്ചിരിക്കും. ഒരുപാട് നേരം വെയിറ്റ് ചെയ്ത് ആൾ മരിച്ചതിന് ശേഷം കയറ്റി തുറക്കും.
ആകെ ബുദ്ധിമുട്ടാണ്. ഒരു ഗേറ്റ് അടച്ചിരിഞ്ഞാൽ ആളുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനും നിൽക്കില്ല. ആകെ ഗതാഗത തടസ്സമാണ്. ആരും അധികാരപ്പെട്ടവരാരും ഇതിനെപ്പറ്റി അന്വേഷിക്കണമില്ല, നോക്കണമില്ല, ചെയ്യണമില്ല. ഗവൺമെൻറ് അധികാരപ്പെട്ടവരെ വന്ന് ഇന്ന് ചെയ്യാൻ നാളെ ചെയ്യാൻ പറ്റുന്ന ചെയ്യാമെന്ന് പറയണ അല്ലാതെ ഒരു കാര്യവും നടക്കണില്ല. ഈ ദുരിതം എന്നു മാറുമെന്ന ചോദ്യം മാത്രമാണ് ജനങ്ങൾക്ക് ചോദിക്കാനുമുള്ളത്. GTV ന്യൂസ്, ബാലരാമപുരം.